ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു, ഒന്ന് ടെൻഷനൊക്കെ മാറി, ഒന്ന് ചില്ലാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ +2 ഏത് കാര്യമായിരിക്കും, നമ്മൾ ഏത് കോഴ്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പലർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ഇനി കൊമേഴ്സ് എടുക്കണോ, ഇനി ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഫീൽഡിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുക, ഇതൊക്കെ പലർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ കോഴ്സിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും എൻറ്റയർലി അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ പെക്യുലാരിറ്റീസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇനി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് തുടങ്ങേണ്ട ടൈം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കാം. സോ നമുക്ക് സയൻസിൻ്റെ കാര്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്യുവർ സയൻസ് റിലേറ്റഡ് ഫീൽഡ് ഉണ്ട്, ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെഡിസിനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ബയോളജി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, മാത്സ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, കാരണം നമ്മൾ ഫിസിക്സും നീറ്റിലൊക്കെ നമ്മൾ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാത്സ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫീൽഡ് ആയിരിക്കണം നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്കൊക്കെയാണ് നമ്മൾ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത് ഒരു ബയോളജി പ്ലസ് സൈക്കോളജി കൂടിയുള്ള ഒരു ബ്രാഞ്ച് ആയിരിക്കണം നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഈ നോൺ മെഡിക്കൽ ഫീൽഡ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നോളജി, ഡാറ്റാ സയൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി മാത്സ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാത്സും അതിൻ്റെ ഒപ്പം തന്നെ ബയോളജിനേക്കാളും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് കൂടുതലുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ ജെയിൽ കുറച്ചുകൂടി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്കോർ ചെയ്യാനും, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാനും നമുക്ക് എളുപ്പം ആയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് കുറച്ചുകൂടി എടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഗോളിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇനി നമ്മളൊരു കൊമേഴ്സ് ഫീൽഡിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ കൊമേഴ്സ് ഫീൽഡിൽ ഒരുപാട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഫിനാൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അക്കൗണ്ടിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സുകളുണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള പ്രൊഫഷൻസിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ച്വറിയൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA MBA പോലെയുള്ള കോഴ്സുകളുണ്ട്, HR റിലേറ്റഡ് ഫീൽഡ്സുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ റോൾസ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റോൾസ് ആണ് നമ്മൾ ഭാവിയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത് നമ്മൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് +2. ഇനി നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സിവിൽ സർവീസ് ആസ്പിരൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക. കാരണം നമുക്ക് അവിടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് ആയിരിക്കും. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ സൈക്കോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി ഈ റിലേറ്റഡ് ഫീൽഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാം നമ്മൾ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും അങ്ങനെയുള്ള സ്റ്റുഡൻസിന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. ഇനി ലോയിൽ പോവുകയാണെങ്കിൽ, ലോ എടുക്കുകയാണെങ്കിൽ, നമുക്ക് കൊമേഴ്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോയിൽ പോകാൻ പറ്റും. അതായത് നമുക്ക് ഇൻകം ടാക്സിൻ്റെ ലോയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, അവർക്ക് കുറച്ചുകൂടി കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളും കൂടി എന്താണ് ആവശ്യമാണ്. അപ്പോൾ കൊമേഴ്സ് എടുക്കുന്നതാണ് അങ്ങനത്തെ ലോയേഴ്സിന് കുറച്ചുകൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിരിക്കും, അതായിരിക്കും. ഇനി ഡിസൈൻ ആൻഡ് ആർട്സ്, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈൻ ആർട്സ്, അതുപോലെ തന്നെ ആനിമേഷൻ, പെർഫോമിംഗ് ആർട്സ് ഇങ്ങനെയുള്ള ഡിസൈൻ ഫീൽഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഹ്യൂമാനിറ്റീസ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി മീഡിയ, അതിൽ തന്നെ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിങ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുക. ഇനി അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സിവിൽ സർവീസ് ആണെങ്കിലും സോഷ്യൽ വർക്ക് ആണെങ്കിലും ഇൻ്റർനാഷണൽ IR ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഇനി ഇൻ്റർ ഡിസിപ്ലിനറി, നമുക്ക് ഏതൊരു കോഴ്സ് എടുത്താലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് സ്ട്രീം എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ടൂറിസം വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് ആ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സ്
ഇതൊന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ്. അതായത് നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്താലും നമുക്ക് കൊമേഴ്സ് എടുത്താലും സയൻസ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ്. സോ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ഗോൾ അല്ലെങ്കിൽ നമ്മൾ ഏതാണോ പ്രൊഫഷൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആസ്പിറേഷൻസ് ഉണ്ടാവും. ആ ആസ്പിറേഷൻസ് അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ കോഴ്സ് സെലക്ഷനും വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം നേരിടേണ്ടി വരാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, ഏത് സയൻസ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അവർ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യമുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അതിൽ ഏതൊക്കെ എക്സാംസ് ആണ് നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ഏതൊക്കെ എക്സാംസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കണ്ടന്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.